ഹലോ എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇത് എഴുതിയിട്ടുള്ളത് ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് ആണ്. ഒരു കൊളംബിയൻ റൈറ്ററാണ്, അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റുമാണ്. ഇദ്ദേഹം ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ നോവലും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. നമ്മളെ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പെലായോ ആൻഡ് ഹിസ് വൈഫ് എലിസെൻഡ. പിന്നെ അതുപോലെ നമ്മളെ ടൈറ്റിലുള്ള ഒരു ആളുണ്ട്. ആരാണ്? വലിയ ചിറകുകളുള്ള ഒരു വൃദ്ധനും കൂടെ ഉണ്ട്. നമ്മൾ ആ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് പെലായോ നമ്മളെ ക്യാരക്ടർ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഞെരുങ്ങുന്നൊക്കെ ശബ്ദം. അങ്ങനെ ആ ശബ്ദം കേട്ടടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, ചളിയിൽ മുഖമെല്ലാം കുത്തിയിട്ട് കിടക്കുന്നുണ്ട്. അവർ നോക്കുന്ന സമയത്ത് നല്ല ഏജ്ഡ് ആയിട്ടുള്ളൊരു വൃദ്ധനാണ് അവിടെ ഉള്ളത്. അവർ അവിടുന്ന് എണീക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് പറ്റുന്നില്ല, കാരണം അവർക്ക് എന്താണ്, രണ്ട് വലിയ ചിറകുകളുണ്ട്. അപ്പം ഇത് കാണുന്ന സമയത്ത് പെലായോ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. അപ്പം തന്നെ വേഗം ആരെ വിളിക്കുന്നു? വൈഫായിട്ടുള്ള എലിസെൻഡയെ വിളിക്കുകയാണ്. വൈഫിന്റെ പേരെന്താണ്? എലിസെൻഡ. എലിസെൻഡ ആ സമയത്ത് അവരുടെ കുട്ടിക്ക് സുഖമില്ലായിട്ട് അവർക്ക് ഇങ്ങനെ കംപ്രസേഴ്സ് വെച്ച് കൊടുക്കുന്ന സമയമായിരുന്നു. അപ്പം എലിസെൻഡനെ വിളിച്ച സമയത്ത് എലിസെൻഡ വരുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഭയങ്കര വണ്ടറായിട്ട് ആ ആളെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആള് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത് എന്താണ്, ഒരു ഭയങ്കര പുവർ ആയിട്ടുള്ള ഒരാളെ പോലെയാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തലയിൽ ഒരുപാട് മുടിയൊന്നുമില്ല, കുറച്ച് പല്ലുകൾ മാത്രമേ ഉള്ളൂ. ആള് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു പിറ്റി കണ്ടീഷനിലാണ് അദ്ദേഹത്തിന് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കര ചിറകൊക്കെ ഉള്ളതുകൊണ്ട് മഹത്വമുള്ള ആളായിരിക്കാം എന്നൊക്കെ തോന്നുമെങ്കിലും ഇയാളുടെ ലുക്ക് കണ്ടാൽ നമുക്ക് ഒരിക്കലും എന്താണ് അങ്ങനെ തോന്നില്ല. ഭയങ്കര ഡേർട്ടി ഒക്കെ ആയിട്ടാണ് ആളുള്ളത്. പെലായോയും വൈഫും ഒരുപാട് നേരം അദ്ദേഹത്തിനെ ഇങ്ങനെ സർപ്രൈസ് ആയതുകൊണ്ട് ഇങ്ങനെ നോക്കി, ഒരു വണ്ടടിച്ച് ഇങ്ങനെ നിന്ന്. കുറച്ച് സമയം കഴിഞ്ഞ് അവർ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ വൃദ്ധന് സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു ഭാഷയിലാണ്, ഏതോ ഒരു ഡയലക്റ്റിലാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഇവർ അസ്യൂം ചെയ്യാണ്, ചിന്തിക്കുകയാണ് ഒരു എന്താണ്, എന്തെങ്കിലും ഒരു കപ്പലപകടത്തിലൊക്കെ പെട്ട് ഏതോ സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തിപ്പെട്ടതാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വരുവാണ്. പക്ഷെ ഇവരുടെ നൈബർ ആയിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് ഇവരൊരു ഏഞ്ചലാണ്, ഇവരൊരു മാലാഖയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ വൃദ്ധനെ കോഴികളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇടുവാണ്, ചിക്കൻ കൂപ്പിൽ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇവരുടെ കുട്ടിയുടെ അസുഖം മാറിയതായിട്ട് കാണപ്പെടുകയാണ്. അപ്പൊ തന്നെ അവർ തീരുമാനിക്കും ഇവരെ ഇനി ഇവിടെ ലോക്ക് ചെയ്തിട്ടിടണ്ട, അവരെ നമുക്ക് പുറത്തേക്ക് വിടാം. അങ്ങനെ ഒരു ചങ്ങാടമൊക്കെ കെട്ടിയിട്ട് അതിൽ വൃദ്ധനെ വെച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിടാം എന്നാണ് തീരുമാനിക്കുന്നത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് ഈ ന്യൂസ് എല്ലായിടത്തും അറിഞ്ഞ് എന്താണ്, ഒരുപാട് ആളുകൾ ഈ വൃദ്ധനെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ്. ഈ ഒരു ക്രിയേച്ചറിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ പലരും കല്ലെറിഞ്ഞും പിന്നെ അതുപോലെ ഫുഡ് ഐറ്റംസ് എറിഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ എന്താണ്, അവർക്ക് ആദ്യമായിട്ട് കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് പല രീതിയിലാണ് അവർ കാണിക്കുന്നത്. ഒരുപാട് ആളുകളെ കണ്ട സമയത്ത് പെലായോയും വൈഫും ഈ വൃദ്ധനെ ചങ്ങാടത്തിലാക്കിയിട്ട് പറഞ്ഞയക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയിട്ട് അവിടെയൊക്കെ വേലി കെട്ടിയിട്ട് എന്താണ്, വരുന്നവരിൽ നിന്നൊക്കെ കുറച്ച് പൈസ ചാർജ് ആയിട്ട് വാങ്ങാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെയോ ക്യൂരിയോസിറ്റി കൊണ്ട് അവിടെ വരുന്നവരുണ്ട്. അതുപോലെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ചിലവരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇവരിൽ നിന്നൊക്കെ എന്താണ്, പെലായോയും വൈഫും കുറച്ച് പൈസ വാങ്ങിയിട്ട് അങ്ങനെ ഇവരെന്താണ്, പെട്ടെന്ന് തന്നെ ഇതൊരു ബിസിനസ് പോലെയായി അല്ലേ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഒരുപാട് പൈസ കിട്ടണം. ഒരാഴ്ച ആവുന്ന സമയത്തേക്ക് ഇവർ ഒരുപാട് സമ്പാദിച്ചു കഴിഞ്ഞു ഈ ഒരു വഴിയിലൂടെ. ഈ ഒരു ടൈമിലാണ് അവിടെ ടൗണിൽ ഒരു ട്രാവലിംഗ് ഷോ വരുവാണ്. അതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വുമണ് സ്പൈഡറായിട്ട് മാറിയിട്ടുള്ളതാണ്. ഒരു ഇടിമിന്നലേറ്റിട്ട് അവർ സ്പൈഡറായിട്ട് മാറിയിട്ടുള്ളതാണ്. ആ ഒരു ടൈമിൽ ഒരുപാട് ആളുകൾ എന്താണ്, ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായി. അതുവരെ ഈ വൃദ്ധനെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അവർക്ക് എന്താണ്, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കിട്ടിയപ്പോൾ അവരെല്ലാവരും എന്താണ്, അങ്ങോട്ടേക്ക് ഒഴുകി പോവാൻ തുടങ്ങി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവരെന്താണ്, അവരോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടാണെങ്കിൽ അവർ അതിന് മറുപടി പറയുമായിരുന്നു. ഇവിടെ വൃദ്ധൻ എന്താണ്, എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുക, വൃദ്ധനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. കല്ലെറിയുന്ന സമയത്തും ഫുഡ് എറിയുന്ന സമയത്തും എപ്പോഴും പേഷ്യൻ്റ് ആയിട്ടിരിക്കുകയാണ്. ബട്ട് എന്താണ്, പുതിയ വന്നിട്ടുള്ള ആൾ എന്താണ്, ആ ഒരു സ്പൈഡർ ആയിട്ടുള്ള വുമണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുകയും ചെയ്യും. ആൻഡ് ഓൾസോ അവർക്ക് ചാർജ് കുറച്ചുകൂടെ കുറവായിരുന്നു.
പെലായോക്കും വൈഫിനും അതുകൊണ്ട് വിഷമമൊന്നുമില്ല. അവര് കിട്ടിയ പൈസയിൽ വെച്ച് അവരെന്താണ് 2 നില വീട് പണിതു. പിന്നെ അതുപോലെ തന്നെ നല്ല ബാൽക്കണിയും ഗാർഡനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു. പെലയോ ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഒരു റാബിറ്റ് വാർ ഈ മുയൽക്കാട് സെറ്റപ്പ് ഒക്കെ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എലിസബത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങുന്നുണ്ട്. ഈ ചിറകുകളുള്ള വൃദ്ധൻ ഇങ്ങനെ വീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ആള് ഭയങ്കര വീക്കായിട്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ പെലായോ ആൻഡ് വൈഫ് വിചാരിക്കുന്നത് എന്താണ്, ഇയാള് മരിക്കാൻ പോവുകയാണെന്നാണ്. പക്ഷേ ആ ഒരു വിൻ്റർ കഴിയുമ്പോഴേക്ക് അദ്ദേഹം എന്താണ് ഈ ആ ഒരു വിൻ്ററിനെ സർവൈവ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് കഴിയുന്ന സമയത്ത് ഇയാൾക്ക് പുതിയ പുതിയ ഫെദർ എല്ലാം വരുന്നത് ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മോർണിംഗിൽ എലിസണ്ട ലഞ്ചിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിൻഡോയിലൂടെ നോക്കുന്ന സമയത്ത് അവർ കാണുന്നത് ഈ ഏഞ്ചൽ, ഈ ഒരു വൃദ്ധന് പറക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ശ്രമം നടത്തുന്നതാണ് ഇവർ കാണുന്നത്. പക്ഷെ അയാൾക്ക് പറക്കാൻ പറ്റുന്നില്ല. അയാൾ ട്രൈ ചെയ്യുന്നുണ്ട്, അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര വികൃതമായ രൂപത്തിലൊക്കെയാണ് അവർ പറക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ പിന്നീട് കൃത്യമായിട്ട് പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അയാൾ ദൂരേക്ക് പറന്നകലുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എലിസണ്ട. ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ആശ്വാസമാവുകയാണ്. അങ്ങനെയാണ് നമ്മളെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായോ? ഈ സ്റ്റോറി ജസ്റ്റ് ഇങ്ങനെ കേട്ടുപോയാൽ പോരാ, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് പഠിക്കണം. അതുപോലെ ന്യൂ വേർഡ്സ് എല്ലാം മിസ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നോട്ട് ചെയ്യുക, പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആക്ടിവിറ്റീസും സമ്മറിയും എല്ലാം notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF കിട്ടും. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.